ഇതാണ് നമ്മുടെ തെരളിയപ്പം, നമ്മുടെ മലയാളിയുടെ ഇഷ്ടപ്പെട്ട പലഹാരം, 4 മണി പലഹാരം. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുവൈറ്റിൽ നിന്ന് അനുവാണ്. അപ്പം നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയത്. 4 മണി എന്ന് വെച്ചാൽ നമുക്ക് ചായയുടെ കൂടെ ഇച്ചിരി കഴിക്കാൻ. ചില സമയം ഇങ്ങനെ മഴയത്ത് കട്ടൻ ചായയും ഒരു വയണയൊക്കെ കഴിക്കാൻ നല്ല പുതിയ തോന്നില്ലേ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3-4 മാസമായി. നാട്ടിൽ പോയിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം ഇപ്പം കഴിക്കാനൊരു പുതിയ. അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകണേ, വാക്കണം. ആവശ്യത്തിനുള്ള വയണയില കഴുകി എടുക്കുക. പിന്നെ നമ്മൾ എത്ര ഉണ്ടാക്കുന്ന 1 കിലോ മാവാണെങ്കിൽ 1 കിലോ ശർക്കര വേണം കേട്ടോ. 1 കിലോ ശർക്കര 1 കിലോ മാവ് എടുക്കും. നമുക്ക് ശർക്കര പാനിയാക്കി മാവ് ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പ് പൊടി തട്ടിയിട്ട് വരും. നമ്മളൊരു 6 പഴം എടുത്ത് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ബീഫ് വരട്ടാനൊക്കെ എടുക്കുന്ന ആ പരുവത്തിൽ കനം കുറഞ്ഞ് 5-6 ഏലക്ക പൊടിച്ചതിട്ടിട്ടുണ്ട്. അത് നല്ല കുഴയ്ക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴയ്ക്കുക. ഒരുപാട് വെള്ളം ആവരുത്. പാനി അതിനകത്തോട്ട് ഒഴിക്കുക, അല്ലാത്ത വെള്ളം വേണ്ട. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എൻ്റെ അമ്മയാണ് പാചകം, അമ്മമാരുടെ കൈയാണ് അത് കേട്ടോ. നല്ല കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ്, ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഈർക്കൽ മരത്തിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. തെങ്ങിൽ നിന്നുള്ള ഈർക്കലെടുത്തിട്ട് ഇങ്ങനെ കോണായിട്ട് വെച്ച് അതിൽ കോരി വയ്ക്കുക. ഓട്ടെ എന്തോട്ടെ എല്ലാം ഇഡലി കൂട്ടത്തിൽ പറക്കി വെച്ചു. നമ്മൾ ഒന്ന് ആവി കയറ്റുക. ഒരു 25 മിനിറ്റൊക്കെ ഇരിക്കണം, നല്ല വേവത്തോളം. ഇത് പച്ചരി കൊണ്ടും പറ്റും. പച്ചരി പക്ഷെ നമ്മൾ അത് മാവ് വേവിക്കണം, മാവ് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണം. നമ്മുടെ ഇത് വേവാറായിട്ടുണ്ടേ, നമ്മൾ തുറന്ന് നോക്കാം. ഓക്കെ, ഏകദേശം വെന്തിട്ടുണ്ട് സംഭവം. നല്ലൊരു മണമാണ്. വയണയപ്പമൊന്നും തെരളിയപ്പം എന്നൊക്കെ പറയുമല്ലോ, നല്ല നല്ല മണമാണ്.